എന്റെ അമ്മേ. സാറിന് എന്താ വേണ്ടേ? ഒരു ചായ. കാലിച്ചായ മാത്രം മതിയോ? കഴിക്കാനൊന്നും വേണ്ടേ? കഴിക്കാനൊന്നും നേരമില്ല. 10 മണിക്ക് ഒരിടത്ത് പോകേണ്ടതാ. സാറിന്റെ മുഖം കണ്ടാൽ അറിയാലോ നല്ല വിശപ്പുണ്ടെന്ന്. ഇവിടെ താമസമൊന്നുമില്ല. പെട്ടെന്ന് കിട്ടുന്ന എന്തുണ്ട്? മസാല ദോശ, നെയ് റോസ്റ്റ്, ഊത്തപ്പം, ഉഴുന്നുവട, പപ്പടവട, കാരവട, അപ്പം, ഇടിയപ്പം, മണിപ്പൂട്ട്, ചപ്പാത്തി, പൊറോട്ട, കൊഴുക്കൊട്ട, ആട്, മാട്, പോത്ത്, പന്നി, കടല, കൊടല്. പോരട്ടെ? ഇടിയപ്പവും പോരട്ടെ? ആട്ടിറച്ചി. അത് രണ്ടും നല്ല ചേർച്ചയാ. പക്ഷെ ഇടിയപ്പം പെട്ടെന്ന് മരിച്ചു. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞതോ? പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ പോവില്ലേ? എന്നാ പുട്ടും കട എന്താ? എന്റെ ഈശ്വര, അതും ഇല്ലേ? ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ആ അതെ, ഒരു ചായയും കുടിച്ചിട്ട് കുറെ നേരമായില്ല സൊള്ളാൻ തുടങ്ങിയിട്ട്. ഇത് കോളേജൊന്നല്ല, ഹോട്ടലാ. എനിക്ക് ആ ഇണക്കിളിയിൽ വന്നിരിക്കുന്നു. എന്നെ കാട്ടാളിനാക്കല്ലേ. എന്താ വട? വട ഞാൻ ചോദിച്ചില്ലല്ലോ. പുട്ട് കുറ്റിയിൽ തള്ളി ഇറക്കാൻ യൂണിയനിൽ നിന്ന് 2 ആളെ വിളിക്കാൻ പോയിരിക്കുക. യൂണിയൻകാർ തമ്മിൽ ഭയങ്കര വഴക്കല്ലേ? അത് അവരുടെ അവകാശമല്ലേ? സാറ് വട കഴിച്ചാട്ടെ. യൂണിയൻകാർ ഞാൻ ശരിയാക്കി തരാം. ഒരു കടി തരട്ടെ? അല്ല, കടിക്കാൻ എന്തെങ്കിലും തരട്ടെ? ചായ മാത്രം. എന്നാ പിന്നെ കുടലെടുക്കട്ടെ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ കുടലെടുക്കുന്നു. അയ്യോ, ഇവിടെ നല്ല 1-ാം തരം ആടിന്റെ കുടല് കറി ഉണ്ടെന്ന് അത് എടുക്കട്ടേന്ന്. അത്രേ ഉള്ളു. അത് അല്ല, താമരാക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ. എനിക്കിനി ധൈര്യമായിട്ട് ഉടുപ്പൂരാലോ. മുതലാളി. അമ്മായിമ്മ പ്രസവിച്ചോ? അയ്യോ മുതലാളി, പ്രസവമല്ല, മരിക്കാൻ കിടക്കുക. ആട്ടെ, എത്ര വയസ്സായി? 92 മുതലാളി. എപ്പോഴാ മരിക്കണെന്ന് അമ്മായിമ്മയോട് താൻ ചോദിച്ചോ? അയ്യോ, അത് ഇവിടെ പണിയെടുക്കുമ്പോ ഇവിടെ പണിയെടുക്ക. ആ തള്ള മരിക്കുമ്പോ അവിടുന്ന് ആള് വന്ന് പറയും. ഇനി അമ്മായിയമ്മ പെട്ടെന്ന് തട്ടിപ്പോണെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ 2 ആഴ്ച പഴക്കമുള്ള പരിപ്പോടി ഇരിപ്പുണ്ട്, അത് ഒരെണ്ണെടുത്ത് കൊണ്ടു കൊടുക്കണോ. വയസ്സും പ്രായമൊക്കെ ആയിരുന്നു അമ്മായിയമ്മ അവന്റെ ഒരു പ്രസവവും. തന്തയോട് അതിര് കവിഞ്ഞ ബഹുമാനം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. അതിന് ഇങ്ങനെ എഴുന്നേറ്റ് കാണിക്കണ്ട, മനസ്സിലുണ്ടായാ മതി. ഇരുന്നിരുന്ന് മൂട് കളച്ചോണ്ട് എണീറ്റാച്ച. മൂട് കളയ്ക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ മൂട് മറക്കരുത്. ഇല്ല, മറക്കാതെ കൊണ്ടുവരാം. തന്തയോട് എതിര് പറയുന്നോ തെണ്ടി? തലയിരിക്കുമ്പോ വാരാടണ്ട. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടെന്ന് തല അറിയൂ. നീ ആള് കൊള്ളാമല്ലോ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? നീ എന്റെ മോൻ തന്നെയാ. ഇതെന്താ? താമരാക്ഷന്റെ അര. താമരാക്ഷന്റെ അരയോ? അല്ല, താമരാക്ഷന് പകരം അച്ഛൻ 6 ദിവസം ഇവിടെ വേല ചെയ്തില്ലേ? അപ്പൊ അയാളുടെ കട്ട് ചെയ്ത 6 ദിവസത്തെ സാരഥി കുമാര. സാരഥി, അത്ര ഓളിയം വേണ്ട, കുറച്ച് സൗണ്ട് കൂട്ടി വെച്ചെന്നുള്ളൂ. ഇന്നലെ കാറിൽ വെച്ച് മുതലാളി സിറ്റിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ലോഡ്ജ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇന്ന് മുതലാളി എന്താണാവോ ആലോചിക്കുന്നത്? നിന്റെ അമ്മയെ കെട്ടിക്കണ കാര്യം ഞാനിപ്പോ ആലോചിക്കുന്നത്. നടക്കൂല മുതലാളി. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ സാരഥി? മുതലാളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം. നിന്റെ അമ്മയെ ഞാൻ കെട്ടിയ നീ എന്നെ അച്ഛാന്ന് വിളിക്കില്ലടാ. അച്ഛാന്നല്ലാതെ പിന്നെ അളിയാന്ന് വിളിക്കാൻ പറ്റുമോ? പട്ടി, തെണ്ടി, ചെറ്റ്, വണ്ടി തുരുത്തിക്കാട്ട് കവലിലേക്ക് വിടറാ. ശയന പ്രദക്ഷിണം വേസ്റ്റ്. എന്ത് പരിപാടി അച്ഛനെ കാണിച്ചത്? ഡ്രൈവർ കുട്ടപ്പ, വണ്ടി ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നത് കാണാൻ നല്ല ചേല. പക്ഷെ തേയിന്ന് നിന്റെ കാലല്ല, എന്റെ ടയറാ. ഈ മാസം നീ ഇങ്ങനെ എത്ര ബ്രേക്ക് ഇട്ടു മോനെ? ആദ്യത്തെ ബ്രേക്കാ മുതലാളി. ഈ ബ്രേക്കിന് നിന്റെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ ഞാൻ പിടിക്കും. 2 ടിക്കറ്റ് എടുത്തേ. ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ടിക്കറ്റ് എടുക്കുന്ന ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം ശുഭം. കിളികുമാരൊന്ന് മാറിയെന്നേ, ഞാനൊന്ന് കയറട്ടെ. ടിക്കറ്റ് എടുത്ത സഹോദരന്മാരൊക്കെ കൈ ഒന്ന് കാണിച്ചു. കൈ നോട്ടക്കാരനാണോ? കൈ നോക്കാനല്ലടോ, ടിക്കറ്റ് ചെക്ക് ചെയ്യാനാ. ഇതേതാ ഈ നരകം? പൊന്നു മോനെ രമണ, നീ എങ്ങനെ ഇതിനകത്ത് കയറിയത്? അത് ചെക്ക് ചെയ്യാൻ ഞാൻ. കഴുതേ, നിന്നോട് ആരോ പറഞ്ഞത് ഇതിനകത്ത് കയറി ചെക്ക് ചെയ്യാൻ? നാണക്കേടായി പോയല്ലേ മോനെ. നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ, നീ ക്ഷമിച്ചു കളാ. ഇന്ന് കാലത്ത് 3-ാം നമ്പർ ബസ് ചെക്ക് ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ അച്ഛാ. പിന്നെ നീ എന്നോട് കാട്ടുപോത്ത് ഇതിനകത്ത് കയറിയത്? മോന് കാണേണ്ടത് ആരെങ്കിലും ഈ ബസ്സിനകത്ത് കയറി കാണാം. അല്ല, ഞാൻ എന്റെ മോനോടല്ലേ ചോദിച്ചേ. അതിന് നീ സമാധാനം പറയാന്ന് വെച്ചാ നീ എന്റെ മോനാ? അത് അച്ഛൻ അറിഞ്ഞില്ല കേട്ടോ.
ആ ടിക്കറ്റ് എടുത്തേ. അയ്യോ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അതെന്താ? കണ്ടക്ടർ അളിയനാ ഞാൻ. ആ കണ്ടക്ടർ മോനോട് വന്നേ വാ. അതെ, നീ ഇവന്റെ പെങ്ങളെ കെട്ടിയപ്പോ ഇവന് വെറുതെ വണ്ടി കയറ്റാന്ന് വാക്ക് കൊടുത്തുണ്ടോ? അയ്യോ ഇല്ല മുതലാളി. ഈ കാശ് നിന്റെ ശമ്പളത്തിന് ഞാൻ പിടിക്കും. ആ ഇനി ഡ്രൈവറുടെയോ കിളിയുടെയോ അളിയന്മാരോ ചിറ്റപ്പന്മാരോ ആരെങ്കിലും കൈപോക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മുതലാളി? കാറിൽ വെച്ചിട്ട് ഫോളോ ചെയ്യട്ടാ? നിന്റെ മൂത്രത്തിൽ പെട്രോൾ ഉണ്ടോ സാരഥി കുമാര? പരിശോധിച്ചാ കുറച്ച് പഞ്ചാര ഉണ്ടേക്കും. എന്നാ അത് നുണഞ്ഞോണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി. ഈ ബസ് ഇതേ തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം. എന്നാ പിന്നെ പൊന്നുമ ഇവിടെ ഇറങ്ങില്ലേ നല്ലത്. എവിടേക്കേ പൊട്ടം നോക്കണം. ഇവിടാ സോഡയുണ്ട്, വെള്ളമുണ്ട്. ഏതാ വേണ്ടെന്ന് വെച്ചാ ഒഴിച്ചോളൂ. അപ്പൊ എന്റെ ഒഴിക്കുന്നില്ലേ? മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കുപ്പിയുമ്പോ തന്നെ എഴുതി വെച്ചിരിക്കല്ലേ. പിന്നെ എങ്ങനെ മനസമാധാനത്തോടെ കുടിക്കും? അങ്ങനെയൊക്കെ വിചാരിച്ചാ കഴിക്കാൻ പറ്റുമോ എന്റെ NTR? ആ അത് ശരിയാ. ഞാൻ കുടിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. പ്രത്യേകിച്ച് സാറിനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. വെള്ളമടിച്ച് നേരത്തെ തട്ടിപ്പോയ അവകാശികൾക്ക് ജോലി കിട്ടുമല്ലോ. NTR ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞതല്ല. സാർ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോവോ? ഒരുപാട് അനുഭവിച്ചിട്ടല്ലേ ഇവിടുന്ന് പോവുള്ളൂ. എന്താ നല്ല സുഖങ്ങളെ. ഇത് പ്രത്യേകിച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി വെച്ചിരിക്കുന്ന ബീഫാ. അകത്താണെങ്കിൽ താറാവ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ? NTR എന്നോട് എന്തും ചോദിക്കാം, പണം ഒഴിച്ച്. ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങള് പഴയതാണെന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കണേ? അതിന് പല ശാസ്ത്രീയ രീതികളുണ്ട്. പക്ഷെ എന്നെ പോലുള്ള എക്സ്പെർട്ടിലേക്ക് ലാബിന്റെയോ ഒരു പുണ്ണാക്കിന്റെയോ ആവശ്യമില്ല. ഒന്ന് മണത്തോ ഒന്ന് രുചിച്ചോ നോക്കിയാ മതി എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. എന്റെ അമ്മോ, എന്തു പറ്റി? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു സാറിന് മലവും മൂത്രവും പരിശോധിക്കുന്ന ജോലി കിട്ടാതിരുന്നത് ഭാഗ്യം. സാറ് കഴിക്കേ. അച്ഛനെന്നെ വിളിച്ചോ? 3 പ്രാവശ്യം വിളിച്ചു എന്നാ എന്റെ ഓർമ്മ. മോനത് കേട്ടില്ലേ? ആദ്യം വിളിച്ചപ്പോ ഞാൻ പുല്ലിന് പശു കൊടുക്കായിരുന്നു. അല്ല, പശുവിന് പുല്ല് കൊടുക്കായിരുന്നു. ആ ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. ഇപ്പൊ അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ അല്ലേ മോനെ? ഇന്നത്തെ ഹോട്ടലിലെ കണക്കിൽ 5 രൂപ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ പല തെണ്ടികൾക്കായി ധർമ്മം കൊടുത്തച്ചാ. അതിൽ നീ എത്ര എടുത്തു? അയ്യേ, ബീഫ് ഇനി ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇനിയും തരാം. അതൊക്കെ പോട്ടെ, ബീഫ് എങ്ങനെയുണ്ട്? ഉഗ്രൻ പറഞ്ഞാ പോരാ, അത്യുഗ്രൻ. വിദഗ്ധനായ ഒരു ഫുഡ് ഇൻസ്പെക്ടറാടാ പറയണത്. 2 ആഴ്ച പഴക്കമുള്ള ബീഫ് ഉഗ്രനാണ്, അത്യുഗ്രനാണെന്ന്. ഇറച്ചി പഴകും തോറും രുചി കൂടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായ? എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫ് കൂടി എടുത്തിട്ട് വാ. എനിക്ക് വേണ്ട. 2 ആഴ്ചത്തെ പഴക്കം ഉണ്ടെന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ. ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 36 ദിവസത്തെ പഴക്കേ ഇപ്പൊ ഇതിനുള്ളൂ. മുണ്ട് മുറുക്കിയെടുത്ത് 24 മണിക്കൂറും അധ്വാനിച്ചിട്ട നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ ഈ രാമൻ നായർ ഇന്നത്തെ NTR ആയത്. എന്റെ ബുദ്ധിയും അധ്വാനവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം ശരീരമനങ്ങാതെ വെറുതെ ഇരുന്ന് തിന്നു മുടിക്കാമെന്ന് ഒരു പട്ടികളും മോഹിക്കണ്ട. തന്തയ്ക്ക് എച്ചിലെടുക്കാമെങ്കിൽ മക്കൾക്ക് അടുക്കള ജോലിയും ചെയ്യാം. സൂചി പോകുന്ന വഴിയേ നൂല് പോവാൻ പാടുള്ളൂ. കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലായ? ഈ സൂചിയുടെ കാര്യം ഞാൻ ദിവസവും പറഞ്ഞു കൊടുക്കാണ്ട് മുതലാളി. ഒറ്റ കീറുന്നുണ്ടല്ലോ. തന്തയ്ക്കെതിരെ യൂണിയൻ ഉണ്ടാക്കാൻ ലൈറ്റ് എന്തിനാ? ഇരുട്ടത്തിരുന്ന് സംസാരിച്ചാലും ശബ്ദം പുറത്തോട്ട് വരും. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ കുടുംബ സ്വത്തൊന്നല്ലോ. 10 മണിക്ക് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണമെന്ന് പറഞ്ഞ കേക്കില്ല കഴിവേറികള്. രമേശ, എടാ രമേശ. എന്താ? നീയാ? നിന്റെ പേര് അവന് കൊടുത്തിട്ട് അവന്റെ പേര് നീ എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ രമേശിനെ വിളിച്ചത്. അവൻ തൊഴുത്തി ചാണോമാരിയാ. അത് നിന്റെ ജോലിയല്ലേ? ഇന്ന് പോലെ അവന്റെ ജോലി ഞാനും എന്റെ ജോലി അവനും ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചേഞ്ചിന്. കടിഞ്ചായ എങ്ങോട്ടാ ചാ? ഞാനിട്ടതാ. മുഖസ്തുതി പറയാനെന്ന് വിചാരിക്കരുത്. വായിൽ വെക്കാൻ കൊള്ളില്ല. ഒരു ചായക്കടക്കാരന്റെ മകന് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നീ പോയി ആ പേസ് എടുക്ക്. ആ കഴിവേറി പോയാ? ആരാ? രമേശനാണോ? അല്ലടാ, ആ സ്വാമി കഴിവേറി. ചിറ്റപ്പൻ രാവിലെ തന്നെ പോയി. കാര്യം അവൻ എന്റെ അനിയനാ. പക്ഷെ എന്റെ സമ്മതമില്ലാതെ അവൻ ഇവിടെ എങ്ങാനും കയറ്റി താമസിപ്പിച്ച ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ. എന്തിനാ ഇത്രയധികം?
നീ പല്ല് വെച്ചോ? ഇല്ല, അവൻ തേച്ചോ? തേച്ച് കാണില്ല. പാതി അവന് കൊടുത്തിട്ട് പാതി നീ എടുത്തോ. എന്നാ ചെല്ലേ. അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞതാ, പക്ഷെ പശു പിന്നെ പിന്നെ അപ്പിട്ടു. ഞാൻ വാരും, പശു അപ്പിടും. ഞാൻ വാരുന്നു, പശു ഇടും. ഞാൻ വാരുന്നു, പശു. മതി 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 മതി. നിന്റെ മോന്ത കണ്ട പശു അല്ല ആരായാലും അപ്പിടും. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ അവന്റെ പ്രവൃത്തി. ഒന്ന് അനങ്ങി അനങ്ങി കൊണ്ടുപോയി ഇടറ രാജകുമാര. പിന്നെ അപ്പിടിക്കും ഞാൻ. ഒരു ദിവസം ഞാൻ ഈ പശുവിന്റെ ബാക്ക് അടച്ച് പൂട്ടും. പറയണുണ്ട് മുതലാളിക്കൊന്നും തോന്നരുത്. ഈടെയായിട്ട് പാലില് കുറച്ച് വെള്ളം കൂടുതല. കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കാ. ഉമ്മ, ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് നോക്കി, ചേരണില്ല. പാലില് വെള്ളേ ചേരൂ. അല്ലേലും പാലില് വെള്ളം ചേർത്തേ കഴിക്കാവൂ. ഇത് ഞാൻ പറയണതല്ല, ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് 3 ബസ്സുണ്ട്, അത് നല്ല ലാഭത്തിലാ ഓടണത്. ഒരു ചിട്ടി ഫണ്ട് ഉണ്ട്, അത് അതിലും ലാഭത്തിലാ പോണത്. പിന്നെ ഒരു ഹോട്ടലുണ്ട്, അതിന്ന് ഭയങ്കര ലാഭ. പിന്നെ ഈ പാൽ കച്ചവടം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നഷ്ടാ. പിന്നെ ഞാൻ എന്തിനീ പാൽ കച്ചവടം നടത്തുന്നു പറഞ്ഞാൽ, പശുവിന്റെ അകിടീന് തുടങ്ങിയതാ എന്റെ ജീവിതം. അതിന്റെ അടി കിടന്ന് തന്നെ ചാവണം എന്നാണ് എന്റെ ആഗ്രഹവും. അമ്മാവോ, ഇങ്ങനെ പോയ അമ്മ പശുവിന്റെ ചവിട്ടുകൊണ്ടേ ചാവൂ. എടാ, നീ പാല് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലടാ, പോ. അമ്മാവനെ ഞാൻ പിന്നെ എടുത്തോളാം. ഇതേതാ ഈ കുട്ടിപ്പിശാശി? അതാ സ്വർണ്ണപ്പണിക്കാരൻ രാഘവേട്ടന്റെ മോനാ. ഓ, അവന്റെ ചൊടിയും മിടുക്കൊക്കെ കണ്ടിട്ട് അവൻ ആ ചെത്തുകാരൻ ഗോപാലന്റെ ആണെന്നാ തോന്നണേ. അപ്പൊ നിങ്ങളുടെ കമ്പനി തന്നെ. എടാ മോനെ, നന കഴിഞ്ഞ ആ, അച്ഛന്റെ ഉടുപ്പിൽ അഴുക്കൊന്നും പോയിട്ടില്ലല്ലോ. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ മാത്രം പോരാ, കല്ലിൽ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ അലക്കണം. കൊണ്ടുപോയി അലക്കണം തെണ്ടി. ആ, ഇവ എന്റെ മോൻ തന്നെ അല്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട് മുതലാളി. നിങ്ങൾക്ക് പാല് കിട്ടിയ പിന്നെ ഇങ്ങനെ വല്ലവരുടെ കാര്യം അന്വേഷിക്കണേ. മൂത്തവൻ 5ഉം ഇളയവന് 2ഉം വയസ്സുള്ളപ്പോ അവരുടെ തള്ള പോയതാ. വീണ്ടും ഒരു കല്യാണം പോലും കഴിക്കാതെ എന്റെ ഈ തോളിൽ ചുമന്ന എന്റെ മക്കളെ ഞാൻ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പൊ അവര് വളർന്നു വക്കീല് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയിടോ. പക്ഷേ ശരീരം വളർന്നു എന്ന് വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയാം, ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുതലാളി വിശ്വാസം. അതെ അതെ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് മുതലാളി പശുവിന് ധാരാളം തേങ്ങാപ്പിണ്ണാക്കും പച്ചപ്പുല്ലും ഒക്കെ കൊടുത്തതെന്തിനാ? നാളെ രാവിലെ അത് പാല് തരുമെന്നുള്ള വിശ്വാസത്തിലല്ലേ? അതേ നാളെ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ടൊരു തൊഴി വെച്ച് തന്നാലോ? അയ്യോ, തെറ്റി. അങ്ങനെയല്ല, അങ്ങനെയല്ല, അത് ഉദ്ദേശിച്ച് തെറ്റി. തെറ്റില്ല. ഇവൻ പറഞ്ഞതാണ് ശരി. എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചു എന്നിരിക്കട്ടെ. 3-4 വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ, എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ നടക്കണ്ടേ? അന്ന് അവരിതുപോലെ കാല് മടക്കി ഒരു ചവിട്ട് തന്നാൽ അതിനൊരു 5-6 കിഡ്നിയും ഹാർട്ടും ഒക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോരെ, ആവശ്യമുള്ളപ്പെടുത്ത് ഉപയോഗിക്കാലോ. നീ ഇങ്ങോട്ട് വന്നേ. ഈ കിഡ്നിയും ഹാർട്ടും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലയുണ്ടല്ലോ, അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അവിടെ അവിടെ സംസാരിക്കാൻ പോലും അറിയില്ല ഒപ്പം. മുതലാളി, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, അതായത് ഇപ്പോ എനിക്കറിയാം രമണന്റെ കല്യാണക്കാരിയല്ലേ? അതെ. അത് നടക്കട്ടെ, എല്ലാം അതാതിന്റെ സമയത്ത് തന്നെ നടക്കണം. പക്ഷേ തറവാട്ടി പിറന്നൊരു പെണ്ണിനെ ഞാൻ ഇതിനകത്ത് കയറ്റു. അതും മാത്രല്ല, നല്ല സ്ത്രീധനവും വേണം. ഒരു വക്കീൽ എന്ന നിലയിൽ സ്ത്രീധന സമ്പ്രദായത്തോട് ഞാനെതിരാ. സ്ത്രീധനത്തിനോട് താൻ എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം തന്റെ വീട്ടിൽ 10 പൈസ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മൂത്ത 2 ചേച്ചിമാരും താഴെയുള്ള അനീത്തിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിൽക്കണേ. താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവാ. തന്റെ അനീത്തി വേണ്ടട്ടോ. കൊള്ളാലോ, വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
അല്ലേലും യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ മുതലാളി നടുങ്ങും. നമസ്കാരം. നമസ്കാരം. വരണം. കാത്തിരുന്ന് ചന്തയും ചായ തണുത്തു. എനിക്ക് ഉച്ചക്കത്തെ പ്ലെയിനിൽ കൽക്കട്ടയ്ക്ക് പോകാനുള്ളത്. അതെന്തിനാ? ജെട്ടിക്ക് അല്ല, ജൗളിക്ക് ഓർഡർ കൊടുക്കാനുള്ളതാ. കടന്നൂരു. അങ്ങനുണ്ട്. കുഴപ്പമില്ല. പരമാനന്ദൻ നായർക്ക് കൽക്കട്ടയെ പോണ്ടതല്ലേ? സമയം കളയണ്ട, കുട്ടിയെ വിളിച്ചോളൂ. വിശാലാക്ഷിയെ അവളെ ഇങ്ങോട്ട് അയക്കേ. മടിച്ചിൽക്കഥ ആലോചിച്ചിരിക്കഥ. കടന്നൂരു വേഗം തീരായി. ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? ഏയ്, ഞാൻ പറഞ്ഞില്ല മുതലാളി, പരമാനന്ദൻ ചേട്ടൻ ആളൊരു എന്താണ് ഒരു രഹസ്യ വർത്തമാനം? അല്ല, ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി ഫുട്പാത്ത് കച്ചവടക്കാര് വിളിക്കും പോലെ മോളെ വിളിച്ചതുകൊണ്ടാ. അതെ, അവള് വലിയ നാണക്കാരിയാ. ആദ്യമായിട്ട് ഒരു ചെറുക്കന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമല്ലയോ, ശങ്ക കാണും. അതിനൊരു ധൈര്യം കൊടുത്തതാ. ഞാൻ മറിച്ചു വല്ലതും തോന്നിയോ? ഏയ്, എനിക്കൊന്നും തോന്നിയില്ല. മുതലാളിക്ക് വല്ലതും തോന്നിയോ? ഏയ്, നിനക്ക് തോന്നിയ കുട്ടിയെ? ആണോ? ആ രമണനോ? എനിക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെടും. ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സൂചിപ്പിച്ചു. ഞങ്ങൾക്കുള്ളതല്ല അവക്കുള്ളതാ. തുണിക്കിടയും താമസിക്കുന്ന വീടും ഇപ്പോഴേ അവിടെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വായിക്കരിയിട്ട ശേഷമേ അവക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ പറ്റുക. അതിന് വലിയ താമസമില്ലല്ലോ. ഏയ്, അല്ല, നന്നായിന്ന് പറയായിരുന്നു. പിന്നെ അവിടെ കഴുത്തിലും കാതിലും കുറച്ച് സ്വർണ്ണമുണ്ട്. അതുകൂടാതെ പണമോ പണ്ടമോ വേണമെന്ന് ഏത് എരപ്പാളി പറഞ്ഞാലും ഒരു പുല്ല് ഞാൻ കൊടുക്കൂല. ഒന്ന് രണ്ട് നല്ല തറവാട്ടിന്ന് ആലോചന വന്നപ്പോ പെണ്ണ് കാണാൻ പോലും ഞാൻ അവരെ വിളിച്ചില്ല. എന്തുകൊണ്ടാന്നറിയാവോ? സ്ത്രീധനം വേണമെന്നൊരു വാശി പിടിച്ചോണ്ടാ. അത് കുറ്റമല്ലയോ? എടോ പരമാനന്ദൻ നായര്. എടോ പരമാനന്ദൻ നായരെ, തന്റെ കയ്യിൽ നിന്ന് 1-2 ലക്ഷം രൂപ കിട്ടിയിട്ട് എനിക്ക് അവിടെ കഞ്ഞി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്റെ മോന് സ്ത്രീധനായിട്ട് എന്ത് കിട്ടി അവന്റെ കൂട്ടുകാർ ചോദിച്ചാ അവ ഊമയായിരിക്കാൻ പാടില്ലല്ലോ. അവൻ ഊമയായിരിക്കാൻ പാടില്ലല്ലോന്ന്. വീടും തുണിക്കട ഉണ്ടല്ലോ അച്ഛാ. മിണ്ടായിരിക്കടാ. കാരണന്മാരെ സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അല്ല മുതലാളി, അപ്പൊ നമുക്കിതങ്ങ് ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കല്ലേ? പിന്നെ അല്ലാതെ 1 തരം 2 തരം 3 തരം. എന്റെ ഈശ്വര, എന്റെ മോള് വന്ന് കേറിയതല്ലേ ഉള്ളൂ. എന്റെ ശീലങ്ങളൊക്കെ എത്ര വേഗം മനസ്സിലാക്കിയത്. എന്നും രാത്രിയില് എനിക്ക് പാല് നിർബന്ധാണെന്ന് എന്റെ മോൾക്ക് പറഞ്ഞു തന്നുല്ലേ? അയ്യോ അച്ഛാ, ഹായ്, മധുരം കൃത്യം. മോള് ചെന്ന് കിടന്നോളൂ കേട്ടോ. വിഘ്നേശ്വര. ചായ വെച്ചിട്ടില്ലേ? രമണ, എടാ രമേശ. കൊറേ നാളായി ഈ പടല കളഞ്ഞ് 1000 മേടിക്കുന്ന ആ ചെറ്റ കേൾക്കൂല. എടാ രമേശ. എടാ, ഈ രമണൻ രമേശനൊക്കെ അവിടെ പോയി. മുതലാളിയല്ലേ പറഞ്ഞത് ഹോട്ടലിൽ പെയിന്റ് അടിക്കുന്നതുകൊണ്ട് രമേശനോട് ഹോട്ടലിൽ പോയി കിടക്കാൻ. അപ്പൊ രമണനോ? രമണി ഇവിടെ അല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന്? കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ കൂടെ അല്ലാതെ ഹോട്ടലിൽ പോയി കിടക്കാൻ പറ്റുമോ? ഈ മുതലാളിക്ക് ഞാൻ ഒറ്റ വീക്കു ചെന്നുണ്ടല്ലോ. തുറക്കടാ. ആരെ വെളുപ്പാങ്കാലത്ത് ശല്യം? എന്താ അച്ഛാ? ചായ ഇങ്ങ് തന്നേക്ക്. നിനക്ക് ചായ കൊണ്ടു തരാൻ ഞാൻ ആരും ഇവിടുത്തെ ബാല്യക്കാരനോ? എനിക്ക് എഴുന്നേറ്റ ഉടനെ ചായ കിട്ടണം. അതെന്റെ ഒരു ശീല. ഇത്ര വെളുപ്പിനെ അടുക്കളയിൽ കയറി എനിക്ക് ശീലമില്ല അച്ഛാ. നീ ഉച്ചയായിട്ട് കയറിയാ മതി. അവനെ എഴുന്നേൽപ്പിച്ചുവിട്. അവൻ ചായ ഇട്ടോളൂ. എനിക്കിഷ്ടമല്ല. വെളുപ്പിന് ചായ വേണമെങ്കിൽ ഒരു വേലക്കാരിയെ നിർത്തണം. അഹങ്കാരി. നീ ആരോട് സംസാരിക്കുന്ന അറിയോ? എന്റെ ഭർത്താവിന്റെ അച്ഛനോട്. എനിക്ക് കുറച്ചുകൂടെ കിടക്കണം. അച്ഛൻ ചെല്ല്. പുത്തരിയിൽ കല്ല് കടിച്ചു. ഞാനും അത് മുതലാളിയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുതലാളിയുടെ ഹോട്ടലിലെ ഊണിനെ പറ്റി പൊതുവേ അങ്ങനെ ഒരു പരാതി ഉണ്ട്. ഹോട്ടലിൽ അല്ലടോ കല്ല് കടിച്ചത്. പിന്നെ വീട്ടിലാണോ? അരിയില്ലാത്ത കല്ല്, കല്ലില്ലാത്ത അരി വാങ്ങിച്ചാ പോലെ മുതലാളി. സ്റ്റോൺലെസ്. അരിയിൽ അല്ലടോ കല്ല് കടിച്ചത്. പിന്നെ കറിയിലാണോ? തന്റെ തന്തയുടെ മൂത്രത്തില്. ആ കല്ലെങ്ങനെ മുതലാളിയുടെ ആഹാരത്തിൽ വന്നു? താൻ കൊണ്ടുവന്നിട്ടു. എന്റെ മോന് താൻ കണ്ടുപിടിച്ച ചരക്കില്ലേ, അതിലാണ് കല്ല്. ആ കുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലെ കല്ലുണ്ടാകാന്ന് വെച്ചാൽ എന്റെ ഈശ്വര. എടോ പേട്ട് വക്കീലേ, ഓ, ആ പെണ്ണ് എന്റെ വീട്ടിൽ വന്ന് സമാധാനവും കെടുത്തി അവിടെ കുളവും തോണ്ടി. ഓഹോ,
അവിടെ പൈപ്പും കിണറും ഒക്കെ ഉള്ള സ്ഥിതിക്ക് കുളത്തിന്റെ ആവശ്യമില്ലാന്ന് മുതലാളിക്ക് പറഞ്ഞ് മനസ്സിലാക്കാറില്ലേ? തനിക്ക് ആരാടോ മരക്കഴുത ഈ വക്കീലിന്റെ സുന്നത്ത് എന്നത്? അയ്യേ, സുന്നത്തല്ല മുതലാളി, സന്നത്. സന്നദ്ധെങ്കിൽ സന്നദ്ധ. ആ പരമനാരിയുടെ മോള് ഒരാഴ്ച കൊണ്ട് എന്റെ മോനെ ഒടിച്ചു നുറുക്കി കക്ഷത്തി വെച്ചടോ. അവനിപ്പൊ മുറിന്ന് അവള് പുറത്തേക്ക് ഇറക്കണില്ല. ഓഹോ, അങ്ങനെയോ? എന്റെ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവള് തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അപ്പൊ താനല്ലേ പറഞ്ഞത് അവള് തറവാട്ടി പറഞ്ഞാണെന്ന്? അതെ അതെ, തറവാട്ടി പറഞ്ഞതാണ്. പക്ഷെ ജനിച്ചത് സർക്കാർ ആശുപത്രിയിലാണല്ലോ. അതുകൊണ്ട് സർക്കാർ ആശുപത്രി ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാം പിടിച്ചടക്കാനുള്ളത് പ്രവണത അതുള്ളതാ. മെഡിക്കൽ സയൻസിൽ അതിനെ ചെറോമാനിയ എന്ന് പറയും. പിന്നെ പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, രണ്ടു വേന്ദ്രന്മാരായ ആൺമക്കളെ വരച്ച വരയിൽ നിർത്തിയ മുതലാളി കേവലം നരിന്തുപോലൊരു പെണ്ണിന്റെ മുന്നിൽ പതറുക എന്ന് വെച്ചാൽ, അങ്ങനെ ഒരാളിന്റെ ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. രമണ, എടാ രമണ, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? നീ ആരുടെ അത് ചോദിക്കാൻ? ദേഷ്യം വരുമ്പോ ഈ കോങ്കണ്ണ് കാണാനേ നല്ല രസാ. രമണ, ഞാൻ രമണനെ വിളിച്ചു. രമണ ബാത്റൂമില്ല. അവൻ ഈ നേരത്തെ ബാത്റൂമിൽ പോവാറില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക സമയമുണ്ടോ? നിന്റെ വീട്ടിൽ അതിനുള്ള സമയവും സ്ഥലവും കാണത്തില്ലായിരിക്കും. എന്റെ മക്കളെ ഞാൻ ചിട്ടയോടെ തന്നെ വളർത്തിയത്. അവര് മൂത്രമൊഴിക്കേണ്ട സമയത്തെ മൂത്രമൊഴിക്കൂ. നീ വന്ന് അതും തെറ്റിച്ചു. അതിന്റെ ആശ്വാസവും അവർക്കുണ്ട്. തറുതല പറയുന്നോടി. ആരോട് ചോദിച്ചിട്ട് നീ വേറെ കാര്യം നടത്തിയത്? ആരോടും ചോദിച്ചില്ല. ഇന്നലെ എന്റെ അച്ഛൻ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചിരുന്നു. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോ അച്ഛൻ അയച്ചെന്നാ ചാരില്ലതേ. നല്ല കൈപ്പുണ്യമുള്ളവളാ. കഴിച്ചു നോക്കില്ലേ? വേലക്കാരി വെച്ചത് എന്റെ പട്ടിക്ക് കൊടുക്കും. ചാരില്ലതേ, ഇതെടുത്താ പട്ടിക്ക് കൊടുക്ക്. അച്ഛൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും. പെണ്ണായി പിറന്നുപോയി. ഇല്ലെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിച്ചേനെ. അങ്ങനെ ഇപ്പൊ ഒരു പട്ടി നിന്നണ്ട. ഞാനുള്ളപ്പോ ഞാൻ തന്നെ തിന്നോളാം. വിഘ്നേശ്വര രക്ഷിക്കണേ. സാരഥി, സാരഥി കുമാരാ, ഈ തെണ്ടി എവിടെ പോയി കിടക്കണു? മുതലാളി, സാരഥി കൊച്ചമ്മയും കൊച്ചുമുതലാളിയും കുട്ടി പുറത്തു പോയിരിക്കാ. എന്നോട് ചോദിക്കാതെ സംഗതികൾ അത്രത്തോളായോ? മുതലാളിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാലോ. അതുപോലെ മുതലാളിക്ക് ഇപ്പൊ എന്തോ വേണം? എനിക്ക് നിന്നെ എന്നെ പിടിക്കല്ലേ മുതലാളി. ആരെങ്കിലും കാണൂലേ? നോട്ടം കണ്ടില്ലേ കാളക്കുട്ടന്റെ? ഈ കോങ്കണിലിട്ടൊരു കുട്ടി വെച്ചിട്ട് ഞാൻ. എന്റെ ഈശ്വര, ഈ പെണ്ണെന്റെ ചാരിത്രം കവർന്നെടുക്കുന്ന തോന്നണേ. വിഘ്നേശ്വര, എനിക്ക് ഇത്തിരി ശക്തി തരണേ. നിർത്ത്, പേടകം നിർത്തടോ. ആവൂ, എത്തിയില്ലോ, ഭാഗ്യം. എന്താ എത്തത്തില്ലാന്ന് വിചാരിച്ചു? ഞാൻ തന്നോടല്ല പറഞ്ഞത്. സാറ് വണ്ടി കയറിയപ്പോ തൊട്ട് തുടങ്ങിയ ചൊറിച്ചിലാണല്ലോ. 10 വർഷമായി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട്. ആരെ എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ള എനിക്കറിയാം. എത്രയായി? 22. തന്റെ പ്രായമല്ല ചോദിച്ചത്, കൂലിയാ. കൂലിയാ ഞാനും പറഞ്ഞത്. അപ്പൊ തന്റെ പ്രായവും കൂലിയൊക്കെ ഒന്ന് തന്നെ? ഓ, ചിലപ്പോ 20 പോരെ? 2 ഉലുവ കൂടെ വേണം. മുതലാളിയുടെ ഹോട്ടലിൽ കയറി ഞാനൊരു ചായ കുടിച്ചാലേ 10 പൈസ കുറച്ചു തരാറില്ലല്ലോ. നല്ല നോട്ട് തന്നെ. സൂക്ഷിച്ചു പൊക്കോളൂ കേട്ടോ. പാണ്ടി ലോറികൾ പായണ സമയ. ഇടിച്ചാ പിന്നെ പൊടി കാണില്ല. കരിനാക്ക, ഒന്നും സംഭവിക്കാതിരുന്നാ മതി. എടാ പട്ടി, ഈ പണ്ടറവിടെ ഉണ്ടാ. എടാ പന്നി, NDRന്റെ അനുവാദമില്ലാതെ നീ വണ്ടി എടുക്കും അല്ലേടാ? ഞാൻ ആരാണെന്ന് ശരിക്കും നിനക്ക് മനസ്സിലായില്ലടാ. തൊലിവെളപ്പുള്ളവളെ കണ്ടപ്പോ നീയും അങ്ങോട്ട് മയങ്ങിയില്ലേ? മര്യാദക്ക് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെയായ മര്യാദക്ക് ഇറങ്ങി വരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്നാ മുതലാളി ഇങ്ങോട്ട് കയറി വാ, നമുക്ക് ഇവിടെ നിന്ന് സൗകര്യമായിട്ട് സംസാരിക്കാം. ഇറങ്ങടാ, ഇല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു വീഴ്ത്തും. എന്റെ അമ്മേ, ക്ഷമിക്കണം മുതലാളി, ഞാൻ നിരപരാധിയാണ് മുതലാളി. ഓഹോ, അങ്ങനെയാണല്ലേ. അയ്യോ, നിങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അല്ല പരമാനന്ദൻ നായർ, എന്ത് വൃത്തികേടാണോ വൃത്തികെട്ടവരെ താനീ കാണിച്ചത്? മരുമോനെ വിട്ട് വിരുന്നിന് വന്ന അമ്മായിയമ്മ കുളിക്കണ ഒളിഞ്ഞു നോക്കുന്നോ? മോനെ രമണ, ടീളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അവരും കൂടെ അറിയട്ടെ തന്റെ ഈ തൊട്ടിത്തരം. എടോ, ആനയും അമ്പാരിയുള്ള തറവാട്ടി ജനിച്ചവളായി അവള്.
എവിടെ മാനം പോയില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. ഇന്ന് വരെ എവള് കുളിക്കുന്ന ഞാൻ പോലും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിനു മുമ്പ് പലരും ഒളിഞ്ഞു നോക്കി പരിചയമുള്ള പെണ്ണാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് അവളുടെ ആദ്യത്തെ അനുഭവമാണ്. എന്റെ ദാമ്പത്യം തകർന്നല്ലോ ദൈവമേ. എല്ലാം കണ്ടോടി. കാറുണ്ട്, ബസ്സുണ്ട്, ഹോട്ടലുണ്ട്. എന്ത് പ്രയോജനം? വിവരമില്ലല്ലോടോ. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ നോക്കിക്കൊണ്ട് നിൽക്കണേ? പൊക്കോ, ഇവിടെ തുണി മാറിക്കോട്ടെ. നീ പോയി തുണി മാറടി. ഇയാള് പോയില്ലേ? ഇനി ഇത് കൂടെ കണ്ടേച്ചേ പോകത്തുള്ളൂ. അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് പോവേ. ദൈവമേ, എന്റെ സ്വന്തം ചെലവില് ഞാൻ നല്ല വിവരമുള്ള വക്കീലിനെ വെച്ച് വാദിപ്പിച്ചോളാം. എടോ ഉണക്ക വക്കീലേ, ഇത് ഞാനാ NDR. ആറോ? നീതി ദേവത തുണച്ചു. മുതലാളി എന്താ ഈ പാതിരാത്രിയില്? അവിടെ കിടക്കാൻ പറ്റണ്ടേ? വാട്ട് ഹാപ്പൻഡ് മുതലാളി? താൻ അങ്ങോട്ടൊന്ന് നോക്ക്. അതിപ്പോ വീടല്ല, തൊഴുത്താ. അപ്പൊ വീട് തൊഴുത്തിലോട്ട് മാറ്റിയോ? അതിനുള്ള സൗകര്യം ഉണ്ടോ അവിടെ? അപ്പൊ ഈ തൊഴുത്തിലെ പശുക്കളൊക്കെ പിന്നെ? തൊഴുത്തിലെ പശുക്കളൊക്കെ ഞാൻ തിന്നു. എടോ കഴുതേ, ഈ പോക്ക് പോയാ ഞാൻ താമസിയാതെ തൊഴുത്തിലാകുമെന്നാ പറഞ്ഞു വന്നത്. ആ എടാകൂടത്തിന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തനിക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? അവൾ അടങ്ങിയില്ലേ മുതലാളി? എവിടെ അടങ്ങാൻ? അവൾ അവിടെ മുഴുവൻ കിടന്ന് ഉഴുതു മറിക്കല്ലേ. എന്റെ മോൻ എന്റെ കൈ വിട്ടു പോകുന്ന ലക്ഷണമാണോ വക്കീലെ ഞാൻ കാണുന്നത്? പാറ പോലെ ഉറച്ച മുതലാളി പതറുന്നു. ഇപ്പോഴേ ദേ സെന്റിമെന്റൽ ആയാലേ താമസിയാതെ മെന്റൽ ആവേ. മരുമോളെ ഒതുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് വിട്ടേക്ക്. ഈർക്കിലി പോലുള്ള താൻ വിചാരിച്ച അവൾ ഒതുങ്ങോ? ഞാനെന്നല്ല, 500 കിലോ വെയിറ്റ് ഉള്ള ഒരു പുരുഷൻ വിചാരിച്ചാൽ പോലും ഒരു പെണ്ണിനെ ഒതുക്കാൻ പാടാ മുതലാളി. ഒരു പെണ്ണിനെ ഒതുക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടേ പറ്റൂ. അത് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 1-ലോ 301-ലോ കാണത്തില്ല. പക്ഷേ ബുക്ക് ഓഫ് ഫീമെയിൽ സൈക്കോളജിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ അതിന് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടും മുതലാളി. കഴിഞ്ഞ കനേഷുമാരി കണക്കും പ്രകാരം ഒരു പുരുഷന് വേണ്ടി 9 പെണ്ണുങ്ങൾ നോയമ്പ് നോക്കുന്നുണ്ട്. അതിന്നൊരെണ്ണത്തിന് നമ്മൾ രമേശന് വേണ്ടി കണ്ടുപിടിക്കുന്നു. രമേശനോ? യെസ്. അനിയന്റെ ഭാര്യ ചേട്ടന്റെ ഭാര്യയെ ഒതുക്കും. അതൊരു ലോക തത്വമാണ് മുതലാളി. അതിന് രമേശന് കല്യാണപ്രായം ആയോടോ കോന്തം വക്കീലെ? ആയി മുതലാളി. മുതലാളി ഒന്ന് കെട്ടിച്ചു നോക്ക്, ഒരാഴ്ചക്കുള്ളിൽ വിവരം അറിയും. തന്റെ ഈ പ്രയോഗം ഏറ്റെന്നാ തോന്നണത്. അവര് തമ്മിൽ ഇപ്പോഴേ ഒരു മുറുമുറുപ്പ് മണക്കുന്നുണ്ട്. ഏക്കാതെ എവിടെ പോവാനോ മുതലാളി? രണ്ടും മല ചേരും. പക്ഷെ രണ്ടും മനസ്സിലായടോ. ഇനി മുതലാളി കയ്യും കെട്ടിങ് ഇരുന്നേച്ചാ മതി, അടിച്ചു തീർത്തോളും. ആരെ? അവര് തമ്മിൽ. എന്റെ ഈശ്വര, താനിങ്ങനെ വലിയ വലിയ വക്കീലന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നാക്കടുത്ത് എന്തെങ്കിലും പറയടോ. കിട്ടി മുതലാളി, കിട്ടി. ഒരേ സമയം ആ 2 യക്ഷികളെയും ആണിയടിച്ച് തറയ്ക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ഇനി ഒരു കല്യാണത്തെ പറ്റിയാണ് താൻ പറയാൻ പോകുന്നതെങ്കിൽ കെട്ടിക്കാൻ എനിക്കിനി മക്കളില്ല. പക്ഷെ പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരാൾ വേറെ ഉണ്ട്. താൻ കെട്ടിയിട്ട് എനിക്ക് എന്തോ പുണ്യം? എന്റെ കാര്യമല്ല മുതലാളി. ഈ ശരീരവും വെച്ച് ഇനി ഒരു കല്യാണം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല മുതലാളി. അമ്മായി അമ്മ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും മരുമക്കൾക്ക് വാല് മുളച്ചിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാ മുതലാളി. അങ്ങനെയുള്ള പല കേസുകളും കഴിവുള്ള വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. മുതലാളിയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മായി അമ്മയുടെ കുറവാ. അന്തം വിട്ട പ്രതിക്ക് എന്തും ചെയ്യാം മുതലാളി. വലതുകാല് വെച്ച് കേറിക്കോളൂ. ആരതിയില്ലേ? ആ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമക്കളുടെ പേര് പൗർണമിന്നും പഞ്ചമിന്നാന്ന്. ആരതിയല്ല, ദേ ഇത്. നോക്കി നിൽക്കാതെ അമ്മ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി മക്കളെ. രമേ, ഈശ്വര, ഇവിടത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. മതി. തീ വേണമെന്നല്ലേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം. ചേട്ടൻ കയറിയാട്ടെ. ഓ, വലത് കാല് വെച്ച് കയറിയേട്ടാ. ഏത്? ദേ ഈ കാല്. ഓ, മെഴുകുതിരിയോളം ഉള്ളെങ്കിലും വക്കീലും എടുക്കണേട്ടോ. ഇതിന് 500 രൂപ കിട്ടില്ലല്ലോ മോനെ. ഒരു 400 രൂപ തരാം. 500 രൂപ തേച്ചാ മുതലാളി. 500 രൂപ തികച്ച് തരണമെങ്കിൽ 500 രൂപയ്ക്കുള്ള സ്വർണം വേണം. ഇതാ അവിടെ ആ കൂനൻ തോമാസിന്റെ കടയുണ്ട്, അവിടെ കൊണ്ടുകൊടുക്ക്. ചെല്ലേ.
അനിയൻ എവിടെ പോയി? ഓ. ചേട്ടൻ എവിടെ പോയി? ഓ. അനിയൻ എവിടെ? ദാ, അവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ വാ. എന്താ അച്ചിമാരുടെ അകമ്പടി ഒന്നും ഇല്ലാതെ തനിച്ച്? അച്ഛൻ കാണിച്ചത് ഭയങ്കര നാണക്കേടാ. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കണ്ടാ? അയ്യ, ഞങ്ങള് കല്യാണക്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ അതുമ്മ ചാരി നിക്കാണ്ട് നേരെ നിന്നേ. എന്നാ എന്റെ പൊന്നു മക്കൾ കേട്ടോ, എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ അമ്മ മരിച്ചു. അതീ പിന്നെ എന്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. അതുകൊണ്ടാ അച്ഛൻ രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറായത്. വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നാലും പൗർണമിയുള്ള വീട്ടുകാരോട് എന്ത് പറയും? പഞ്ചമി അതിനേക്കാളും ടെൻഷനില്ല. പൗർണമിയുടെ അച്ഛനേക്കാളും 4 പേര് അറിയുന്നത് പഞ്ചമിയുടെ അച്ഛാ. അമ്മായിയപ്പന്മാരുടെ മഹത്വം ഒന്നും ഇവിടെ ആരും വിളമ്പണ്ട. ഇതെന്റെ സ്വന്തം കാര്യാ. നിങ്ങളുടെ അച്ചിമാർക്ക് എന്റെ അച്ചിയുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് രണ്ടുപേരോടും പൊക്കോളാൻ പറയൂ. ഇവിടെ ഇടപാടുകാർ വരേണ്ട സമയമായി. ഇവിടെ നിന്ന് തട്ടി കളിക്കൊന്നും വേണ്ട. ആ പോട്ടെ, ഞാൻ എന്റെ കണ്ണടച്ചോർക്കുമ്പോ ഇവിടെ കാണാൻ പാടില്ല. പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആ കാലക്ക് എന്തൊരു ബെസ്റ്റ് കുട്ടികള്. ഞാൻ സിഗരറ്റ് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചേട്ടൻ ഇന്നും ഒരു സിഗരറ്റ് വലിക്കണ്ട. എന്നാ വലിക്കണ്ട. പാല് അയ്യോ, അല്ല ഇതെന്താ ബാധ കയറിയോ? ബാധ കയറിയടാ നിന്റെ തന്തയ്ക്ക്. അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടൻ ഒന്നും തോന്നരുത്. തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം. എനിക്ക് ദേഷ്യവും മനപ്രയാസവും ഒക്കെ വന്നാ പിന്നെ ഞാൻ പിതൃഭാഷയെ ഉപയോഗിക്കും. അതുകൊണ്ട് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, എന്നെ കൊണ്ട് തെലുങ്ക് പറയിപ്പിക്കരുത്. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോത്തിനാണ് ആണെന്നും പറഞ്ഞ് മീശയും വെച്ചോണ്ടിങ്ങനെ കേറി പോടാത്ത് പെങ്കോന്തന്മാര്. അങ്ങോട്ടോടെ പോ, കേറി അടുക്കളയിൽ. ഇനി മുതൽ ഇവിടെ ഒരൊറ്റ അടുക്കള മതി, മനസ്സിലായല്ലോ? ആ പോ ചെല്ല, പോ, എല്ലാരും പോക്കോ. ചേട്ടാ എങ്ങനുണ്ട്? ഇന്നത്തേക്ക് ഇത് മതി പാർവതി. നിന്റെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലായി. ഇതൊരു സൂചന മാത്രം. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു. ഇനി തെലുങ്ക് പറയുമ്പോ അതിന്റെ അർത്ഥം കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇതിലില്ല. ആണോ? ആ അയ്യോ, ഇതെന്റെ ഹോട്ടലിലെ ബിരിയാണി പോലെ ഉണ്ടല്ലോ. ആ ഞാൻ വരുത്തിച്ചതാ. വെള്ളം. കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും നിങ്ങളാരും എന്താ അത് ചോദിക്കാത്തേന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനായി. വയസ്സായി വരികയല്ലേ, എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച ഒന്ന് സ്വസ്ഥാകാലോ. പിന്നെ പാരമ്പര്യമായി കിട്ടിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. അത് വീരിച്ചു തരുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വീതിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനോട് കൂടി ഒന്ന് ആലോചിക്കണം. ആയിക്കോട്ടെ മോളെ. എങ്ങനെ വീതിക്കുന്നെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്റെ അച്ഛനെ വിളിക്കണോ വേണ്ടോന്ന്. വളരെ നല്ല കാര്യം. ആട്ടെ, പാർവതിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം? കൊടുക്കേണ്ടത് എന്നായാലും കൊടുത്തല്ലേ പറ്റൂ. ഇവരൊക്കെ എന്റെയും കൂടി മക്കളല്ലേ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്കതങ്ങ് നടത്തല്ലേ അച്ഛാ? അച്ഛന്റെ സമ്പാദ്യത്തിലെ എന്റെ അനിയൻ ലക്ഷ്മണനുണ്ട് ഒരു അവകാശം. സന്യാസി കളിച്ച് നടക്കുകയാണെങ്കിലും പിന്നീട് അവൻ അവകാശം പറഞ്ഞു വന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മക്കളെ? ഇല്ലേ പാർവതി? പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ പേരിൽ നാളെ ഈ വീട്ടുമുറ്റത്തൊരു വർത്താനം ഉണ്ടാവരുത്. അതുകൊണ്ട് അവൻ വന്നാൽ നമുക്കിത് ഭാഗം വെക്കാം. എന്തേ? പിന്നെന്താ? വാ. അല്ല, അതിന് ചിറ്റപ്പൻ എവിടെ പോയി തപ്പും? അയ്യോ, അത് ചേട്ടനറിയേണ്ട കാര്യമല്ലല്ലോ. ആവശ്യക്കാര് നിങ്ങളല്ലേ. എവിടാ ഉള്ളാന്ന് വെച്ചാ തപ്പിക്കൊണ്ട് വാ. ഓ, ഓം ശാന്തി. ഇതിന് ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു സാരഥി? ആ വിമൻസ് കോളേജിന്റെ മുമ്പിൽ നിന്ന് തപ്പിയെടുത്താണ് മുതലാളി. ഇപ്പൊ അവിടെ കിടപ്പ്. ഞാൻ അവർക്ക് സാരോപദേശം നൽകുകയായിരുന്നു മകനെ. അണ്ണന്റെ ആദ്യത്തെ കല്യാണമോ എന്നെ അറിയിച്ചില്ല. രണ്ടാം ഘട്ടെങ്കിലും അറിയിക്കാൻ വളരെ മോശമായി പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞത്. പിന്നെയാണ് നിന്നെ അറിയിക്കുന്നത്. പാർവതി, ആ കൈപ്പെട്ടി എടുത്തോളൂ. ഈ ഭാഗമെപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആഘോഷമായിട്ട് മുങ്ങി കുളിക്കാൻ. നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സ്വാമി ആദ്യമായിട്ട് കാണാം. അല്ല, പക്ഷെ എവിടെ വെച്ച്? ഓ, പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും. ഓ, പത്മനാഭന്റെ തിരുനട. അല്ലല്ല, ഞാൻ അവിടെ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. ഇവൻ അങ്ങനെ പല ഭ്രാന്തും പറയും. നീ താക്കോലെടുത്തേ. ഡോക്യുമെന്റ്സ് ഒക്കെ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുതോ മുതലാളി?
ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി എന്റെ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ. ഇത് വിരിച്ചു കൊടുക്ക്. പണ്ടൊക്കെ ഓലയില് ആധാര എഴുതായി കേട്ടിട്ടുണ്ട്. മുതലാളി തുണിയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അല്ല, ഇതൊരു പഴയ മുണ്ടാണല്ലോ മുതലാളി. ആധാരം എഴുതുമ്പോഴെങ്കിലും ഒരു പുതിയ തുണിയിൽ എഴുതരുതോ? അയ്യേ, ഇതൊരു കോടകമാണല്ലോ മുതലാളി. ഇതൊന്ന് വലിച്ചു പിടിച്ചേ. അവർ കാണട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. ഇതാണ് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വത്ത്. അല്ല, എന്താ ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞില്ലേ? സ്വാമി ഇവിടുന്ന് തിരിച്ചെഴുന്നള്ളാറായില്ലേ? എല്ലാ ലൗകിക പ്രലോഭനങ്ങളിൽ നിന്നും വിമുക്തനായി കാഷായം ധരിച്ചു നടന്ന എന്നെ സ്വത്ത് മോഹിപ്പിച്ചു വീണ്ടും പ്രലോഭനങ്ങളിലേക്ക് വലിച്ചഴച്ചത് അണ്ണനാണ്. ഇനി രണ്ടിലൊന്നറിയാതെ ഞാൻ പോവില്ല. ഈ രണ്ടിലൊന്ന് എന്ന് പറഞ്ഞത് നിന്റെ മരണോ? ഒരു സന്യാസിക്ക് മരണമില്ല മകനെ, സമാധി എന്നേ പറയൂ. അപ്പൊ ആരെങ്കിലും തല്ലി കൊന്നാലോ മകനെ? അതിനും സമാധി എന്നേ പറയൂ മകനെ. അതിന് സമാധി എന്ന് പറയാ? പിന്നല്ലാണ്ട്. കള്ളൻ. ഈ പണ്ടാരത്തിന്റെ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? അല്ല, ഇതാരാ? വരുന്ന വിവരത്തിന് ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. പാറു, രമണന്റെ അമ്മായച്ചനൊരു ചായ എടുക്ക്. ചായ തന്നെയല്ലേ കഴിക്കാറ്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടത്തിന്റെ കണക്കൊക്കെ മുടങ്ങാതെ സെയിൽസ് ടാക്സ് അറിയിക്കുന്നുണ്ട്. അത് വേണല്ലോ. എന്നാലും ഒരാണ്ടിൽ എത്ര രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്? ടാക്സിന്റെയും ടാക്സിയുടെയും കണക്ക് ബോധിപ്പിക്കാനല്ല ഞാൻ വന്നത്. പരമാനന്ദ നായർ ചൂടിലാണല്ലോ. അതെ, ചൂടിലാണ്. അത് ചിലപ്പോ ഈ ഡ്രസ് ഇട്ടാവും. ഇത് എവിടെ തയ്ച്ചത്? എവിടെയാ തയ്ക്കട്ടെ? എനിക്ക് ചിലത് അറിയാനുണ്ട്. നായർക്ക് എന്താ അറിയണ്ടേ? ഭാഗം ചോദിച്ചപ്പോ കോണാൻ പൊക്കി കാണിച്ച് പിള്ളേരെ അവമാനിച്ചെന്ന് കേട്ടല്ലോ. അത് അവമാനിച്ചതല്ലോ, പിന്നെ സ്നേഹിച്ചതാ. സ്നേഹം കൊണ്ടാ. അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കണ്ടേ? എന്റെ നാക്കി ഉറഞ്ഞു വരുന്നു. അപ്പൊ ചൊറിഞ്ഞിട്ട് സംസാരിച്ചാ മതി. എനിക്ക് ധൃതിയില്ലേ, നായർക്ക് ധൃതിയുണ്ടാ? വിളയരുത്. മര്യാദയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുമോ? ആദ്യം താൻ തന്റെ മോൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക്. എന്റെ തുണിക്കട ഞാൻ അന്നേ അവിടെ പേർക്ക് എഴുതി വെച്ചതല്ലേ. താൻ തന്റെ മോൾക്ക് ജെട്ടിയും ബനിയനും കൊടുത്തു, ഞാൻ കോണവും കൊടുത്തു. എന്ത് ചട്ടിയും ബനിയനോ? ജെ ജെട്ടി അല്ല, അതങ്ങ് മദ്രാസില്. ഇത് ഫുട്പാത്ത് ജെട്ടി. തന്റെ ജൗളിയുടെ ചരിത്രമൊക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞതാ. മോനെ രമണ, അച്ഛയും കുട്ടി ഇങ്ങോട്ട് വാ. അച്ഛനെ മോൻ മണ്ടം കളിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? എന്റെ ബസ്സിൽ സ്ഥിരമായിട്ട് കേറിയിരുന്ന ഇവളെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചൂന്നേ ഉള്ളൂ. എടോ പരമാനന്ദൻ നായരെ, പരമനാരി എന്നെ വിളിക്കാനോടോ ഞാൻ ഉദ്ദേശിച്ചത്? കണ്ണുപൊട്ടുന്ന കള്ളത്തരം പറഞ്ഞ് മകളെ കെട്ടിച്ചയച്ച തന്തയെ നാറി എന്നെ എന്തോ വിളിക്കാ? തനിക്ക് വേറെ എന്തെങ്കിലും കുറ്റപ്പേരുണ്ടോ? എനിക്ക് വിളിക്കാൻ കൊതിയായിട്ടാ. ഒന്നുമില്ല. ഇങ്ങനെ ശബ്ദം ഉയർത്തി ചേട്ടന് വല്ലതും പറ്റിയ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ ചെറ്റകൾക്ക് വേണ്ടി എന്തിനായിട്ടാ ഇങ്ങനെ വായി തലയ്ക്കുന്നേ? നോക്കി നിൽക്കാതെ ഇറങ്ങി പോടെ ജെട്ടി. മോളെ, ജട്ടി വെറ്റതിന് കെട്ടി. ഇനി ഇവിടെ ഒരു അമ്മായിയമ്മയുടെ ആവശ്യമുണ്ടോ വക്കീലെ? ഇല്ല മുതലാളി. അപ്പൊ ഇനി അവളെ പറഞ്ഞുവിടാലോ? പറഞ്ഞു വിടാം. പക്ഷെ പൊയ്ക്കഴിഞ്ഞാ മക്കളും മരുമക്കളും വീണ്ടും വാല് പൊക്കിയാലോ? അതിന് ഈ കളി അവരൊരിക്കലും അറിയാതെ എന്നാ പോരെ? പാർവതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പാർവതി വീട്ടിൽ പോകുന്നു. എത്ര മാരക രോഗമായാലും ഒരിക്കൽ തിരിച്ചു വരേണ്ടതല്ലേ മുതലാളി? അതിനും വഴിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരെ? അതെന്റെ മണ്ടന്മാരായിട്ടുള്ള മക്കൾ വിശ്വസിക്കും. അവര് ചിറ്റമ്മയെ കാണണോ നിർബന്ധം പിടിച്ചാലോ? അമ്മയെ നോക്കി നോക്കി ആ രോഗം ഇവൾക്കും പകർന്ന് ഇവളും മരിച്ചു എന്നാണ് പറയണം. നേരത്തെ വക്കീലായിരുന്നു, ഇപ്പൊ പ്രമോഷൻ കിട്ടി, അതൊക്കെ പോട്ടെ. ഈ കാര്യം ചോദിച്ചാൽ തനിക്ക് വിഷമം തോന്നുമോ? മുതലാളി ചോദിച്ചോ? തനിക്ക് LLB എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ടാ? ഈ എല്ല് പോലെ ഇരിക്കണ എനിക്ക് LLB അല്ലാതെ പിന്നെ IPS കിട്ടോ? ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നീ അഭിനയിച്ചു. എനിക്ക് സന്തോഷായി. നമ്മൾ തമ്മിൽ എത്രയാ പറഞ്ഞുറപ്പിച്ചിരുന്നത്? 10,000 മുതലാളി. നീ എനിക്ക് ചെയ്ത ഉപകാരം വളരെ വളരെ വലുതാണ്. അതിന്റെ സന്തോഷത്തിന് ദാ ഒരു 10,000 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. 10,000 രൂപ? അയ്യോ, പാർവതി 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 പാർവതി, ഒന്ന് പിടിച്ചു കുലുക്കടോ. മുതലാളിയുടെ മുമ്പ് എങ്ങനെ ഭാര്യയെ കുലിക്കുന്നു? കുലുക്കടോ. പാർവതി 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 പാർവതി, അയ്യോ തട്ടിപ്പോയോ? എന്റെ വക്കീലെ, എനിക്കൊരു മനസമാധാനമില്ല. എനിക്കും അതില്ല. പക്ഷെ എന്റെ മുഖത്തത് കാണുന്നില്ലെന്നേ ഉള്ളൂ. തട്ടി അങ്ങാനും പോയാ വകുപ്പ് വേറെയാ. എന്റെ ഈശ്വര. ആരാ രാമൻ നായർ? ഞാനാ.
പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്. മുതലാളി 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 മുതലാളിക്കും ഗർഭോ? ഇനി അവൾ ഈ പടിയിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതെങ്ങനാ? ഒരു ലക്ഷപ്രഭുവിന്റെ ഗർഭമാണ് അവൾക്ക് തുള്ളിയിൽ കിട്ടിയിരിക്കുന്നത്. അതാരെങ്കിലും വേണ്ടാന്ന് നോക്കിയോ? അവളുടെ കാര്യം പോട്ടെ, അത് എനിക്കാണെങ്കിൽ തന്നെ ഞാനത് വേണ്ടാന്ന് നോക്കിയോ? ഒറ്റ തൊഴിൽ വെച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എടോ വക്കീലെ, ഇത് എന്റെ അല്ല. അത് മുതലാളി പറയരുത്. അത്രയ്ക്ക് മണ്ടനല്ല പുഷ്പാങ്കതൻ. ഉണങ്ങിയിരിക്കുകയാണെങ്കിലും ഞാനും ഒരു വക്കീല. മുതലാളി വിശ്വസിച്ചാൽ ഞാൻ ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നത്. മുതലാളി ആത്മസംയമനം കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. എടോ ഉണക്ക വക്കീലെ, എന്റെ ആത്മസംയമനം കൈവിട്ടു പോയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ ഒരു പെങ്ങളായിട്ട് കരുതിയിട്ടുള്ളൂ. ഒന്ന് ചുമ്മാതിരി മുതലാളി. ഇത് ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളതാ. അബദ്ധം പറ്റി കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയാറുള്ളത്. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ കഴിയില്ല. ഇതൊരു ലോക തത്വമാ. എന്നാ പെങ്ങളായിട്ടല്ല, ഞാൻ ഭാര്യയായിട്ടാണ് കരുതി വെച്ചോ. കം ടു ദ പോയിന്റ്. എന്നാലും ഇത് സംഭവിക്കില്ല. അതെന്താ? ഞാൻ മച്ചിയാണോ മച്ചി. മൂത്തവന് 10ാം ക്ലാസ്സിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോ ഞാൻ അതവിടെ ചെയ്തടോ. മുതലാളി ഒരു വികലാംഗനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗർഭം ആരുടേതാ മുതലാളി? അതവള് ചോദിച്ചിട്ട് പറയണില്ലല്ലോ. തള്ളയെ വിളിക്കാൻ സാരഥി അയച്ചിട്ടുണ്ടല്ലോ. തള്ളയെങ്കിൽ വരട്ടെ, രണ്ടിലൊന്നും അറിയാം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സമാധാനമൊക്കെ ഉണ്ടായിട്ടില്ല. എനിക്ക് തന്നെ എന്റെ ആള്. എന്റെ മോളെ പഠിപ്പിച്ചൊരു മൂലയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഉലാത്തുവാണ് അല്ലേ? അവള് പറഞ്ഞോ മുതലാളിയെ പഠിപ്പിച്ചതെന്ന്? തെലുങ്കിലാണ് പറഞ്ഞെങ്കിലും അവളുടെ മുഖഭാവത്തിൽ എനിക്ക് മനസ്സിലായി. ഇയാള് തന്നെയാണ് അവളെ ചതിച്ചത്. അപ്പൊ ചേച്ചിക്കും തെലുങ്ക് അറിയത്തില്ലേ? അതെങ്ങനെയാ? 8 വർഷം ഒരു തെലുങ്കിന്റെ കൂടെ താമസിച്ചിട്ടും എനിക്കത് പറ്റിയിട്ടില്ല. ആ 8 വർഷത്തിന്റെ 4 തവണയല്ലേ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. എന്നാ പിന്നെ തെലുങ്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ച് ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട വക്കീലെ. അങ്ങനെ ആരെയും വിളിക്കുകയും വരുത്തുവൊന്നും വേണ്ട. നിങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. എടോ യൂത്തിലി, താൻ എന്റെ വീട്ടിൽ വന്ന് അട്ടിപ്പേര് കിടന്ന് ചെല്ലടോ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. വേറെ ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് താൻ വാക്ക് വന്നല്ലടോ. ഇവിടെ ഉള്ളവർക്ക് എന്നെ പോലെ വികാരം നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഓ, എന്റെ പെങ്ങളെ ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല, അത് ഉറപ്പാ. അപ്പൊ നിങ്ങൾ വെണ്ണോടിക്കും അല്ലേ? എന്റെ ദൈവമേ. അച്ഛാ, 4 ആൾ അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെങ്കിലും ഒതുക്കി തീർക്ക്. അതിനിവിടെ എന്ത് സംഭവിച്ചു? ഇതെന്റെ സ്വന്തം കാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണ്ട. ശാന്തി ശാന്തി. അണ്ണാ, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എന്തെങ്കിലും സംതിങ് കൊടുത്ത് ഒതുക്കി വിട്. സാധാരണ ചെയ്യാറുള്ളത് പോലെയോ? അതെ. ഓഹോ, അപ്പൊ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിതല്ലേ? പെങ്ങളെ ഒരു മിനിറ്റ് ഒറ്റടി വെച്ചെന്നാണ്ടല്ലോ. നീയൊക്കെ മര്യാദക്കിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല. അടുത്ത് പോകാം. ഇതിനുള്ള പോകുമ്പോൾ ഞാൻ തന്നെ കണ്ടോളാം. അതിനൊരു ഒറ്റ പോവഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങോട്ട്. ഒരു താലി മേടിച്ച് നിങ്ങൾ അവിടെ കഴിച്ചോട്ടം കിട്ടിയാ ഇപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. നിന്നെ ഞാനൊന്ന് ഞെക്കി കൊന്നോട്ടെ. അല്ലെങ്കിൽ വേണ്ട. താലി കെട്ടാനോ ഈ ഞാനോ? പിന്നെ ഞാനോ? എനിക്ക് സൗകര്യമില്ല. കെട്ടിയില്ലെങ്കിലേ എന്റെ മോൻ ഇമ്പിച്ചെങ്ങ് എത്തും. അവൻ വന്നാ പിന്നെ ഇവിടെ എന്താ നടക്കാൻ ദൈവത്തിന് പോലും അറിയില്ല. ആരാ എംബിച്ചി? അങ്ങനെ ഒരു പെശ ആങ്ങളാവക്കൊണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്താ അറിയാത്തത്? നീയല്ലേ പുതിയ ചിറ്റമ്മയെ തലവാക്കി കൊടുത്തത്? എന്നാ ആര് പറഞ്ഞു? ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വക്കീലേ, ഇമ്പിച്ചി ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും സമയമില്ലല്ലോ. എന്റെ ഈശ്വര, എപ്പോ നടത്താം അത് പറ. എന്തോന്ന് കല്യാണം? ഇത്രയും നാൾ ഇവിടെ നിന്നതിന്റെ പേരിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വിരോധമില്ല. പക്ഷെ ചെറുക്കനെവിടെ? ചെറുക്കണ്ടേ? അതിന് ചെറുക്കനല്ലല്ലോ, മുതുക്കനല്ലേ? അതിന് വെട്ടും കുത്തുമാണ് തൊഴിലെങ്കിലും ഞാനും ഇച്ചിരി അന്തസ്സുള്ളവനാ. ഒരു പോലീസുകാരനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാ. പിഴച്ച പെങ്ങളെ ചുമക്കാൻ ഇനി എംബിച്ചേ കിട്ടില്ല. അവളും തള്ളയും ഇനി ഇവിടെ നിൽക്കും. പോക്രിയാണെങ്കിലും ഒരാങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. മൊത്തം സ്വത്തിന്റെ 2/1 അവിടെയും കൊച്ചിന്റെയും പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കല്യാണം. വക്കീലിനെ രജിസ്ട്രാറേയും കൂട്ടി ഞാൻ വരും. ഒരുങ്ങി നിന്നോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. വക്കീലിനെ ജയിസാറും കൂട്ടിയതിന്റെ കാര്യം എന്താ? ജയിസാറ് മാത്രം പോരെ, വക്കീൽ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഞാനെന്ന് കൊല്ലുവന്നു. എന്നെ എന്തിനാ എല്ലാരും പൊക്കി പൊക്കി എറിയണേ? അത് അറിഞ്ഞിട്ട് എന്റെ കാര്യം. എന്താ? എനിക്ക് മോളോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ട്. വിഷമൊന്നുമില്ലല്ലോ? അവിടവും കഴിഞ്ഞ അപ്പുറവും കഴിഞ്ഞു. ഇനി എന്താ വിഷമം? ഇങ്ങനെ ഒരു ഉപദ്രവമായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു 2ാം കെട്ടിന് വിധിയുണ്ടെന്ന് ഗോവിന്ദനാശാൻ ജാതകത്തിൽ എഴുതിയപ്പോ അതിങ്ങനെ ഒരു മാരണമായി തീരുമെന്ന് ഞാൻ കരുതിയില്ല.
നിന്റെ ആങ്ങളെ എന്നെ കൊണ്ട് കെട്ടിച്ച് അറിഞ്ഞു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടണില്ല. നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറ, ആദ്യ రాత్రిയിൽ లైట్ పోయిపో എന്തെങ്കിലും సంభవించో? నన్ను వదిలేయండి, ఏమి అడగండి. ఒక అమ్మాయి ఎలా చెప్పేది? స్త్రీగా పుట్టిందే, ఇదంతా సైంజాలి. ఒక గర్భసీని ఇక్కడ హింస పెట్టకండి. തെലുങ്കിൽ കരയാതെ നീ മലയാളത്തിൽ കരയടി. എടീ നിർത്ത്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം. പിടിച്ചുപറിക്കാരും പന്നിമലത്തുകാരുമായിരുന്നു എന്റെ സഹപാഠികൾ. പൂജപ്പുര സെൻട്രൽ ജയിലും വിയൂർ സെൻട്രൽ ജയിലും എനിക്കെന്റെ സ്വന്തം തറവാട് പോലെയായിരുന്നു. കയ്യാമം പൂമാലയായി കൊണ്ടു നടന്ന നാളുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു. നിന്നെപ്പോലൊരു ഭദ്രകാളിയെ വെട്ടിനുറുക്കി ഞാൻ വീണ്ടും ജയിലിൽ പോണോ? പറയടി, എടി പറയാൻ. ഒച്ചുണ്ടാക്കല്ലേ. വേണമെങ്കിൽ ഞാൻ നിന്റെ കാലി പിടിക്കാം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ആ പെരട്ട വക്കീൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. എന്നാലെങ്കിലും നീ സത്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ പോട്ടെ, സത്യം പോട്ടെ. അന്ന് ലൈറ്റ് പോയിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, കുഴപ്പമില്ല. നിർബന്ധ എന്താ? പെണ്ണുങ്ങളല്ലേ, നിർബന്ധ എന്താ കുഴപ്പം? കേട്ടല്ലോ. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇത് മറ്റവളോടും ഒന്ന് പറഞ്ഞേക്ക്. നമസ്കാരം, പരമാനന്ദ നായരാണ്. എനിക്കൊന്നുമില്ലേ, പിച്ചക്കാരൻ, എരപ്പാളി. എന്റെ രാമൻ നായർ മുതലാളിക്ക് എല്ലാം ഉണ്ട്. വലിയ ബംഗ്ലാവ്, കാറ്, ബസ്, ഹോട്ടല്, ബ്ലേഡ് കമ്പനി, ഇപ്പതേ ഒരു തെലുങ്ക് ഗർഭവും. ദൈവം ഉണ്ടടോ നക്കിയ നായരെ. അന്ന് താൻ എന്നെ ഇവിടെ നാട്ടിറക്കി. ഇന്ന് തന്നെ ആട്ടാൻ ദൈവം എനിക്കൊരു ഗർഭം തന്നു. താനെന്താടോ കുരിശി തറച്ച വാരി നിൽക്കുന്നത്? തന്റെ കാറ്റ് പോയോ? തന്റെ കാറ്റ് കളയാൻ വേണ്ടി ചന്ദ്രമുക്കിലെ ഒരു ചാരായ ഷാപ്പ് മുഴുവൻ കയറ്റി വെച്ചാ വന്നത്. ആരായാലും അത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കുന്നതാ കഞ്ഞി. ജട്ടിയും ബിരിയാണിയും വിറ്റ് നടന്നാൽ എന്താടാ? ഗുണ്ടകൾ പിടിച്ച് കെട്ടിക്കേണ്ട ഗതികടവും ഞങ്ങൾക്ക് വന്നിട്ടില്ലടാ എന്റെ രാവണ നായരെ. കല്യാണ സമയത്ത് മഞ്ഞപ്പത്രക്കാരെയും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. എന്റെ ആളെന്ന തെണ്ടിയെ കുണ്ടകളെ പിടിച്ച് കുണ്ടൂരുകാരി പാർവതിയെ കൊണ്ട് കെട്ടിക്കുന്ന പടം പത്രത്തിന്റെ മുൻവശത്ത് ഞാൻ എന്റെ സ്വന്തം ചെലവിൽ അടുപ്പിക്കും. ഇനിയിപ്പൊ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ലടോ നായരെ. 4 പേരടുത്ത് പറഞ്ഞു തന്നെ നാറ്റിക്കാതെ ഒരിക്കലും ഉറക്കം വരത്തില്ലടോ നായർ നാറി നക്കി. മോളെ, നിനക്കിനി സ്വൈരമായിട്ട് ഇവിടെ കഴിയാൻ. അവനിനി ശബ്ദിക്കില്ല. അവന്റെ നാക്കിയാൻ ഇത് അടുക്കളയെ കൊണ്ടുവയ്ക്കേ. ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി.